ശ്രീകുമാർ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് കൊല്ലത്ത് സമാപനമാകുമ്പോൾ പാർട്ടി വെല്ലുവിളികളെയൊക്കെ നേരിട്ട് ഒരു മൂന്നാം ഭരണമാണ് ലക്ഷ്യം കാണുന്നത്, സ്വപ്നം കാണുന്നത്. അതിൽ ആരാണ് നയിക്കേണ്ടത്, ചുക്കാൻ പിടിക്കാൻ ആരൊക്കെ, കൂടെ കൂടാൻ ആരൊക്കെ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴേ ധാരണയായി കഴിഞ്ഞു. എന്തായാലും പാർട്ടിയിൽ വ്യക്തി അധിഷ്ഠിതമാകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രിയെ ആവോളം പ്രശംസിക്കുന്ന കാഴ്ച കണ്ടത്. മുഖ്യമന്ത്രിയുടെ നയരേഖ, പുതിയ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നത് എന്ന് മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തിയായ പിണറായി വിജയനിലൂടെ മൂന്നാം ഭരണം എന്ന് പറഞ്ഞ് അവസാന പ്രസംഗം പ്രഖ്യാപനത്തിൽ അങ്ങനെ പോലും പറയേണ്ടുന്നൊരു സാഹചര്യത്തിലേക്ക് കൂടി എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താങ്കൾ എങ്ങനെയാണ് CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന ദിവസം, അവരുടെ സംഘടനാ റിപ്പോർട്ടും അതിന്മേലുള്ള വിമർശനങ്ങളെയും പരിശോധനകളെയും ഒക്കെ നോക്കിക്കാണുന്നത്? നോക്കൂ രേണുക, ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ നയവും പരിപാടികളിലൊക്കെ തീരുമാനമെടുക്കുന്ന ആൾ ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ അതിലൊരു പുതുമയില്ല. സമ്മേളനമല്ല തീരുമാനിച്ചത്. 2016 അധികാരത്തിൽ വന്ന മുതൽ CPMൻ്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഈ സമ്മേളനം കൊണ്ട് മാത്രം ഉണ്ടായ കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിയിൽ ഏത് നയത്തിനും വെള്ളം ചേർക്കാമെന്ന് ഈ സംസ്ഥാന സമ്മേളനം വ്യക്തമാക്കിയിരിക്കുകയാണ്. എല്ലാ നയപരിപാടികളിലും അവർ വെള്ളം ചേർത്തിരിക്കുകയാണ്. കാരണം അത് അവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള അവരുടെ നിലപാടിൽ നിന്ന് മാറി ഒരു ഭരണ പാർട്ടി എന്ന നിലപാടിലേക്ക് അവർ മാറിയിരിക്കുന്നു. അപ്പോൾ ഭരണ പാർട്ടി എന്ന നിലപാടിലേക്ക് അവർ മാറുമ്പോൾ അവർക്ക് അവരുടെ മുന്നിലുള്ള ചോദ്യം, അവരുടെ മുന്നിലുള്ള ലക്ഷ്യവും ഭരണം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഭരണം കിട്ടാൻ വേണ്ടി അവർ അവരുടെ നയത്തിലെല്ലാം വെള്ളം ചേർത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു അവസ്ഥ നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ കണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി അടിമുടി കുറേ കാലമായി മാറിയതിൻ്റെ തെളിവാണ്. ഇന്നിപ്പോൾ സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ സാധാരണ ഒരു സമ്മേളനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലങ്ങളുണ്ട്. അതായത് പാർട്ടിയുടെ മറ്റു കക്ഷികളോടുള്ള സമീപനം, മുഖ്യശത്രു ആരാണെന്നുള്ള പ്രഖ്യാപനം, കോൺഗ്രസിനോടുള്ള സമീപനം, ദേശീയ തലത്തിൽ കോൺഗ്രസിനോടും BJPയോടുമുള്ള സമീപനം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. സംസ്ഥാന പാർട്ടി അല്ലല്ലോ CPM, ദേശീയ പാർട്ടിയല്ലേ. പക്ഷേ അവർക്കത് പറയാൻ കഴിയില്ല. കാരണം ദേശീയ തലത്തിൽ അവർ കോൺഗ്രസിനൊപ്പവും സംസ്ഥാന തലത്തിൽ അവർ കോൺഗ്രസിന് എതിരുമാണ്. ഇവിടെ BJPയുടെ താല്പര്യം കോൺഗ്രസ് വിരുദ്ധതയാണ്, അതുപോലെ തന്നെ CPMൻ്റെ താല്പര്യവും കോൺഗ്രസ് വിരുദ്ധതയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു അക്കാര്യത്തിൽ രാഷ്ട്രീയ നയത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ പാർട്ടി അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. അത് കുറേ കാലമായിട്ട് പാർട്ടി പിണറായി വിജയൻ്റെ കൈപ്പിടിയിൽ തന്നെയാണ്. അത് പക്ഷേ നീറിപ്പുകയുന്ന ഒന്നാണ്. സുതാര്യമായ തെരഞ്ഞെടുപ്പല്ല പാർട്ടിയിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് ഇന്ന് മുതിർന്ന നേതാവ് പത്മകുമാറിൻ്റെ പരസ്യമായ അഭിപ്രായ പ്രകടനം വ്യക്തമാക്കുന്നു. കോന്നി MLA ആയിരുന്നു ശ്രീ പത്മകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ആളുകൾ കാര്യം മനസ്സിലായിട്ട് പിൻവലിക്കുക എന്നുള്ളത് രാഷ്ട്രീയ തന്ത്രമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ഇടം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ അതിനെ കണ്ടത് ശ്രീമതി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കുകയും ആ ജില്ലയിൽ തന്നെയുള്ള പത്മകുമാറിനെ അവഗണിക്കുകയും ചെയ്തതെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പത്മകുമാർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ P. ജയരാജനെ അവർ ഒഴിവാക്കിയിരിക്കുന്നു. EP. ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ശ്രീമതി രേണുക, നമ്മൾ കാണേണ്ട വസ്തുത, ശ്രീ EP. ജയരാജൻ പാർട്ടി നടപടിക്ക് ഒരു 5-8 മാസം മുമ്പ് വിധേയനായ ആളാണ്. അതായത് EP. ജയരാജൻ LDF കൺവീനറായിക്ക് BJP നേതാവുമായി സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റി. അപ്പോൾ പത്രലേഖകർ ഗോവിന്ദ മാഷോട് ചോദിച്ചു, ഇതൊരു സംഘടനാപരമായ നടപടിയാണോ എന്ന്. അപ്പം മാഷ് പറഞ്ഞു, സംഘടനാപരമായ നടപടി അല്ല. അപ്പോൾ ഈ TP രാമകൃഷ്ണൻ LDF കൺവീനർ ആയ ശേഷം അദ്ദേഹം പറഞ്ഞു സംഘടനാപരമായ നടപടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം, ആകെ ഒരു കൺഫ്യൂഷനായി. എന്താണ് ആര് പറയുന്നതാണ് ശരി എന്ന തർക്കത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സംഘടനാപരമായ നടപടിയല്ലെന്ന ഗോവിന്ദ മാസ്റ്ററെ അന്നത്തെ പ്രഖ്യാപനമാണ് ശരിവെക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ഈ പാർട്ടി പറ്റിച്ചു എന്ന് വെച്ചാൽ BJPക്കാരുമായിട്ട് ചർച്ച നടത്തിയോണ്ടൊന്നും ഒരു ദോഷവും പാർട്ടിക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ജയരാജൻ കുറ്റക്കാരനാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ജയരാജൻ കേരളത്തിലെ പരമോന്നത സമുദായ
ചുമതലയായ സെക്രട്ടേറിയറ്റിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി അതുമാത്രമല്ല, CPM എനിക്ക് കൗതുകരമായി തോന്നിയത് മലബാറിലുള്ള 5 ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു എന്നുള്ളതാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, പിന്നെ മലപ്പുറം, കാസർഗോഡ്, തൃശ്ശൂർ, വയനാട്, കോഴിക്കോട്, ഇത്തരം ജില്ലകളിൽ ഇതിൽ തൃശ്ശൂർ വരെയുള്ള സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അതിൽ വയനാട്ടിലെത്തി നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഗഗാറിനായിരുന്നു അവിടെ ജില്ലാ സെക്രട്ടറി. ആ ഗഗാറിനെ തോൽപ്പിച്ചിട്ടാണ് അവിടെ റഫീഖ് ജില്ലാ സെക്രട്ടറി ആയത്. ആ റഫീഖിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക മാത്രമല്ല, ഗഗാറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വ്യക്തമാക്കുന്നത് എന്താണ്? പി ജയരാജന് സെക്രട്ടേറിയറ്റിൽ ഇടം കൊടുത്തില്ല, പത്മകുമാറിനെ ഇടം കൊടുത്തില്ല, ഗഗാറിനെ മാറ്റി നിർത്തി. മാത്രവുമല്ല, പുതുമുഖങ്ങൾ എന്ന പേരിൽ പാർട്ടിക്ക് വളരെയധികം താല്പര്യമുള്ള ചില ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്തി. അപ്പോൾ ഈ പാർട്ടിയിൽ പാർട്ടി ആരാണെന്ന് ചോദിച്ചാൽ, പാർട്ടിയിൽ പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ മുൻപൊക്കെ പറഞ്ഞ പോലെ വാഴ്ത്തുപാട്ട് സംഘമായിട്ട് ഈ കമ്മിറ്റി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് പി ജയരാജനെ ഒഴിവാക്കിയെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അഭിപ്രായം പറഞ്ഞ ഒരാളാണ്. പി ജയരാജനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുകയും പി ജയരാജൻ തർക്കം ഒരു കാലത്ത് പാർട്ടിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും പി ജയരാജൻ LDF കൺവീനർ ആയിരിക്കെ ഗോവിന്ദ മാഷ് നയിച്ച ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തു തൃശ്ശൂർ വരെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത പി ജയരാജൻ സെക്രട്ടേറിയറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ പാർട്ടിക്ക് എന്ത് നയമാണുള്ളത്, എന്ത് അച്ചടക്കമാണുള്ളത്, എന്ത് പാർട്ടിയുടെ ഏത് ഓർഗനൈസേഷണൽ എത്തിക്സാണ് അവർ പിന്തുടരുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, പാർട്ടിയിലെ ഏത് നയം വേണേൽ വെള്ളം ചേർക്കാം എന്ന് വെച്ചാൽ, ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് UDFൻ്റെ കാലത്ത് അവർ എതിർത്ത UDFൻ്റെ നയങ്ങളെ അപ്പാടെ അംഗീകരിച്ചു സർവകലാശാലയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മളുടെ ചോദ്യം, ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞില്ല, പാർട്ടി സെക്രട്ടറിയും പറഞ്ഞില്ല. പകരം അവർ പറഞ്ഞതെന്താണ്? ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് ഗോവിന്ദ മാഷ് 2 ദിവസം മുമ്പ് പറഞ്ഞത്. നയരേഖയിലുള്ളത് അത്ര 20 ലക്ഷം പേർക്ക് തൊഴിൽ. ഇനി 8 9 അല്ലെങ്കിൽ 1 വർഷം മാക്സിമം ബാക്കിയുള്ളൂ. ഈ 7 വർഷം എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു ശ്രീമതി രേണുക? അതായത് KSRTCയിൽ ഒരാളെ പോലും വെച്ചിട്ടില്ല, PSCയിൽ നിയമനങ്ങൾ നടക്കുന്നില്ല, പിൻവാതിൽ നിയമനം നടക്കുന്നു, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയൊന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പുതുവഴി രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയാണ്. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? എന്നിട്ട് അത് എല്ലാവരും സംശയങ്ങൾ ചോദിച്ചു, പ്രതിനിധികൾ സഖാവെ, നമ്മൾ ഈ വിഭവ സമാഹരണം നടക്കുമ്പോൾ ജനങ്ങളുടെ മേൽ അധികഭാരം അലിച്ചേൽപ്പിക്കുമോ എന്ന് സംശയങ്ങൾ വന്നു. അപ്പോൾ ആ സംശയം തീർത്തു കൊടുത്തു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഇതൊക്കെയാണോ നമ്മൾ കേട്ടത്? ഇതൊക്കെയാണോ നമ്മൾ സാധാരണ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ കേൾക്കാറുള്ളത്? ആശയ സംഘടനകളാണ് അവിടെ നടന്നിട്ടുള്ളത്, അഭിപ്രായ സംഘടനകളാണ് അവിടെ നടന്നിട്ടുള്ളത്. വിഭാഗീയത ശക്തമായ കാലത്ത് VS പിണറായി പോലെ ശക്തമായ കാലത്ത്, നായനാർ VS പോലെ ശക്തമായ കാലത്ത്, അങ്ങനെ എത്രയോ വിഭാഗങ്ങൾ, CITU CPM പോലെ, ഇതൊക്കെ ആ പാർട്ടിയെ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ ആ പാർട്ടി ദുർബലമാണ്. അതൊരു അപ്പന് പറയുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ കയ്യിലേക്ക് പാർട്ടി എത്തിയെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷെ പാർട്ടി ദുർബലമായി. എങ്ങനെ ദുർബലമായി? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ചടുപ്പിച്ച് തോൽവി, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തോറ്റു. ചേലക്കരയിലെ ഭൂരിപക്ഷം 39,000 നിന്നും 12,000 താണു. എവിടെ ജയിച്ചു? പാലക്കാട് 3ാം സ്ഥാനത്തെത്തി. എവിടെ പാർട്ടി ശക്തിപ്പെട്ടു? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, 3 വർഷം കൂടുമ്പോൾ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനം അവർ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു എന്നുള്ള സത്യമാണ്. കാരണം CPM പോലെയുള്ള ഒരു പാർട്ടി, ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് സമ്മേളനം കൊഴിപ്പിക്കാൻ പറ്റും. പക്ഷേ ചോദ്യം ഇതാണ്, ഈ സംസ്ഥാന കമ്മിറ്റി രൂപീകരണവും ഈ സെക്രട്ടേറിയറ്റ് രൂപീകരണവും സുതാര്യമായിരുന്നോ? അല്ല. കാരണം ഇത് ചിലരെ മാത്രം ഉൾപ്പെടുത്താൻ വേണ്ടി എടുത്ത തീരുമാനമാണ്. ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലേക്ക് വന്നവരെ ഒന്നും ഞാൻ ഓരോരുത്തരായിട്ട് പറയുന്നില്ല. കാരണം വനിതകളൊക്കെ വന്നല്ലോ. അപ്പോൾ ആരൊക്കെയാണ് വനിതകൾ വന്നത്, ഏതൊക്കെ വനിതയാണ് പുറത്തായതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇപ്പം സൂസൻ കോടിയെ മാറ്റി, ഒരു സംസ്ഥാന വനിതാ നേതാവിനെ മാറ്റി എന്നുള്ള വലിയ വാർത്തയാക്കാണ് പത്രങ്ങൾ. നോക്കൂ, സൂസൻ കോടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അവരെ ഈ പാർട്ടിയിലെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? ശ്രീമതി രേണുക P ശശിയെ ഉൾപ്പെടുത്തിയില്ല എന്ന്. നോക്കൂ, നമ്മൾ ഇത്ര മണ്ടന്മാരായല്ലോ. P ശശി എവിടെ ഇരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്.
പി ശശിയുടെ കൈകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് നീളും, യാതൊരു സംശയം വേണ്ട. ശശിക്ക് സെക്രട്ടേറിയറ്റ് സ്ഥാനമൊന്നും വേണ്ട, അദ്ദേഹത്തിന് അല്ലാതെ തന്നെ സ്ഥാനമുണ്ട്. പിന്നെ എ കെ ബാലനെ പ്രായം കൊണ്ട് മാറ്റി, എ കെ ബാലനെ പ്രായം കൊണ്ട് മാറ്റിയാലും എ കെ ബാലൻ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ നിയന്ത്രിച്ചോളും. ഇനി നോക്കിക്കോളൂ, എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ ആദ്യം പ്രതികരിക്കുക എ കെ ബാലൻ തന്നെയാണ്. എ കെ ബാലനെ വിലക്കാനോ ഇ പി ജയരാജനെ മാറ്റാനോ അതുപോലെ തന്നെ പി ശശിയെ അധികാരം കുറയ്ക്കാനോ ഒന്നും CPM ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ പി ജയരാജനെ അവർ ഒതുക്കാൻ കാരണം പി ജയരാജൻ CPM കണ്ണൂരിലെ പ്രവർത്തകരുടെ പിന്തുണയുള്ള നേതാവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ. അത് മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു നയരേഖയിൽ അപ്പാടെ വെള്ളം ചേർക്കൽ ആയിരുന്നു എന്നുള്ളത് ഒരു പാർട്ടിയുടെ ദൗർബല്യം തന്നെയാണ് അതിലുടനീളം കണ്ടത്. കാരണം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ നയരേഖ കേരളത്തിന്റെ വികസനത്തിന്റെ മാനിഫെസ്റ്റോ എന്നൊക്കെ എത്ര വിശേഷിപ്പിച്ചാലും നമുക്കറിയാം ഈ സമ്മേളന സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കി. പക്ഷേ അത് കഴിഞ്ഞ് ഈ നയരേഖയിൽ പിണറായി വിജയൻ വായിച്ചത്, ഞാൻ ആ വാക്കുകൾ തന്നെ പോകാം, പൊതുമേഖലയിൽ പങ്കാളിത്ത മാതൃകയിൽ സ്വകാര്യ നിക്ഷേപമാകാം എന്നാണ് നയരേഖ പറഞ്ഞത്. പക്ഷേ അവരുടെ ദൗർഭാഗ്യത്തിന് അവരുടെ പ്രമേയം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഹരി വിറ്റഴിക്കലിൽ എന്ത് കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയമായിരുന്നു. തികച്ചും അവരുടെ പ്രമേയം എന്ത്, അവരുടെ ആശയം എന്തെന്നതിനൊക്കെ ഘടകവിരുദ്ധമായിട്ട് തന്നെയായിരുന്നു നയപ്രസംഗം, നയരൂപീകരണം എന്നുള്ളത്, നയരേഖ എന്നുള്ളത്.